മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ ഇതായിരിക്കുവാനും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുവാനും ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബൈബിളിൽ സർവേ എന്നുള്ള വിഷയമാണ് നാം കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഓർത്തതുപോലെ പഴയ നിയമം, അതായത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള എല്ലാ പുസ്തകങ്ങളിൽ നിന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം കഴിഞ്ഞ ആഴ്ച മലാക്കിയുടെ പ്രവചനമാണ് നാം പഠിച്ചത്. മലാക്കിയുടെ പുസ്തകത്തിൽ നിന്നാണ് നാം അതിന്റെ സർവേയാണ് നടത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത്. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മലാക്കിയുടെയും മത്തായിയുടെയും ഇടയിലുള്ള സമയത്തെ കുറിച്ചാണ്. അതായത് പഴയ നിയമവും പുതിയ നിയമത്തിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്നത്, നാം അറിഞ്ഞിരിക്കേണ്ടുന്നത് വളരെ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്രധാനമായിട്ടും പഴയ നിയമവും പുതിയ നിയമത്തിന്റെയും ഇടയിലുള്ള ആ കാലഘട്ടത്തെ കുറിച്ച് ഏത് രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് അവിടെ യഹൂദയില് ഉണ്ടായത്, യെരുശലേമിൽ ഉണ്ടായത്, പിന്നീട് കർത്താവിന്റെ വരവിന് വേണ്ടി എങ്ങനെയാണ് അവിടെ യഹൂദ്യ അത് സജ്ജീകരിക്കപ്പെട്ടത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് അല്പമായിട്ട് ചിന്തിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം പുതിയ നിയമം നാം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നാം പഴയ നിയമം നാം മലാക്കി വരെ നമ്മൾ പഠിച്ചു നിർത്തി, പിന്നീട് പുതിയ നിയമം നാം പഠിക്കുന്നു, ആരംഭിക്കുന്നു. പക്ഷെ പഴയ നിയമത്തിൽ കാണുന്നതിനും പല കാര്യങ്ങളും വ്യത്യസ്തമായിട്ടാണ് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. അതിന്റെയൊക്കെ പിന്നില് പല കാരണങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പഴയ നിയമത്തിന് അവസാനമായിട്ട് നമുക്കറിയാം, നേരം അവിടെ ഭരിച്ചിരുന്നത് പാർസികളാണ്. പാർസി സാമ്രാജ്യമാണ് നാം പഴയ നിയമത്തിന്റെ അവസാനത്തിൽ നാം കാണുന്നത്. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുമ്പോൾ നാം കാണുന്നത് അവിടെ റോമൻ സാമ്രാജ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? അത് ഈ കാലഘട്ടത്തിലാണ്, ഈ പുതിയ നിയമത്തിന്റെയും പഴയ നിയമത്തിന്റെ ഇടയിലുള്ള കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പഴയ നിയമത്തില് സിനഗോഗുകളെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തില് സിനഗോഗുകളെ കുറിച്ച്, അതായത് പ്രാർത്ഥനാലയം അല്ലെങ്കിൽ ആരാധനാലയത്തെ കുറിച്ച്, യഹൂദന്മാരുടെ ആരാധനാലയങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഈ സമയത്ത് പരീശന്മാര്, സദൂക്യർ, അങ്ങനെയുള്ള പല വിഭാഗങ്ങൾ അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതൊന്നും പഴയ നിയമത്തില് നാം കാണുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഉളവായത് ഈ ഇടക്കാലത്താണ്, അതായത് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഇടയിലുള്ള സമയത്താണ്. അത് നാം മനസ്സിലാക്കേണ്ടുന്നത് ആവശ്യമാണ്. ഈ പഴയ നിയമം, അതായത് മലാക്കിയുടെയും അതുപോലെ പുതിയ നിയമം അല്ലെങ്കിൽ മത്തായിയുടെയും ഇടയിലുള്ള സമയത്തെ അറിയപ്പെടുന്നത് ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്നാണ്. പീരീഡ്, അതായത് ഇടക്കാലം. പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഒരു ഇടക്കാലമായിട്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട്, ആ സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് ഏതാണ്ട് 400 വർഷക്കാലമാണ്. 400 years ഓഫ് സൈലൻസ്, 400 നിശബ്ദതയുടെ വർഷങ്ങളെന്നും ആ സമയത്തെ അറിയപ്പെടുന്നുണ്ട്. 400 വർഷത്തെ നിശബ്ദത. നാം എബ്രായലേഖനം 1-ാം അധ്യായം തുടങ്ങുന്നത്, 1-ാം അധ്യായം 1-2 വാക്യത്തില് ദൈവത്തിന്റെ വെളിപ്പാടുകൾ അത് എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കും. അപ്പോൾ ദൈവത്തിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞാല് പ്രവാചകന്മാർ മുഖാന്തരം, പഴയ നിയമ പിതാക്കന്മാർ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം ഭാഗമായിട്ടും വിവിധമായിട്ടുമാണ്. ദൈവം അരുളപ്പാട് ഒറ്റയടിക്ക് ഒരുമിച്ചല്ല കൊടുത്തത്. വിവിധമായിട്ട്, ഭാഗമായിട്ട്, കുറേശ്ശെയായിട്ടാണ് ദൈവം തന്റെ ദാസന്മാരിലൂടെ, പിതാക്കന്മാരിലൂടെ ദൈവം കൊടുത്തത്. മോശ തുടങ്ങി അങ്ങനെ ദൈവത്തിന്റെ വെളിപ്പാടുകൾ അല്പാൽപമായിട്ട് കൊടുത്തു. അങ്ങനെ അവർ എഴുതി. അങ്ങനെ പഴയ നിയമ ആ ഒരു ദൈവത്തിന്റെ വെളിപ്പാട് മലാക്കിയോടുകൂടെ അത് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ പൂർണ്ണമായതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുത്രൻ മുഖാന്തരം നമ്മോട് ദൈവത്തിന്റെ അരുളപ്പാട്, അല്ലെങ്കിൽ പഴയ നിയമം നിഴലായിരുന്നെങ്കിൽ അതിന്റെ പൊരുളായിട്ടുള്ള പുതിയ നിയമം അത് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അത് നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മലാക്കിക്ക് ശേഷം ഏകദേശം 400 വർഷങ്ങൾ നിശബ്ദതയുടെ സമയങ്ങളായിരുന്നു. അതായത് 400 വർഷങ്ങളില് പുതിയതായിട്ട് പ്രവാചകന്മാരെ ഒന്നും ദൈവം എഴുന്നേൽപ്പിച്ചില്ല. പ്രവചന ശബ്ദങ്ങളൊന്നും അവിടെ കേട്ടില്ല.
മലാഖിക്ക് ശേഷം ഈ 400 വർഷക്കാലം ഒരു പ്രവാചകനും ആ നിലയിൽ എഴുന്നേറ്റിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പുതിയ വേദഭാഗങ്ങൾ അല്ലെങ്കിൽ മലാഖിക്ക് ശേഷം തിരുവെഴുത്തുകൾ ഒന്നും എഴുതപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു 400 വർഷങ്ങൾ സൈലൻസ്, ദൈവ നിശബ്ദതയുടെ 400 നീണ്ട വർഷങ്ങളാണ് നമുക്ക് ഇതിന്റെ മധ്യത്തില് നാം കാണുന്നത്. എന്നാൽ നിശബ്ദത എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ നിശബ്ദത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരിക്കലും ദൈവം ഈ സമയത്ത് യാതൊരു പ്രവർത്തനവും ചെയ്യാതെ ഇനാക്റ്റീവായിട്ട് ദൈവം ഇരിക്കുകയായിരുന്നു എന്നോ, അല്ലെങ്കിൽ ദൈവം ഈ 400 വർഷക്കാലം റെസ്റ്റ് എടുക്കുകയായിരുന്നെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. ദൈവം എപ്പോഴും പ്രവർത്തന നിരതനാണ്. ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 400 വർഷക്കാലവും ദൈവം പ്രവർത്തന നിരതനാണ്. എന്നാൽ സൈലൻസ്, അതായത് 400 വർഷത്തെ നിശബ്ദത എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം പുതിയതായിട്ടുള്ള പ്രവചനങ്ങളൊന്നും, അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ആ നിലയിൽ മലാക്കി വരെയുള്ള സമയത്ത് നൽകിയതുപോലെ ദൈവം നൽകിയില്ല. അതിന് ദൈവം ഒരു പോസ് ഇടുന്നതായിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ സമയത്ത് ഈ 400 വർഷക്കാലം എന്ന് പറഞ്ഞാൽ അവിടെ ചരിത്രപരമായിട്ടുള്ള പല കാര്യങ്ങൾ, അനേക സംഭവങ്ങൾ അവിടെ നടക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മശിഹ, അതായത് കർത്താവിന്റെ വരവിന് വേണ്ടി ആ ഇസ്രായേൽ രാജ്യം അത് ഒരുങ്ങേണ്ടുന്നത് വളരെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മശിഹയുടെ വരവിന് വേണ്ടി ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന സമയമായിരുന്നു ഈ 400 വർഷക്കാലം. അതായത് പല ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളും അവിടെ നടന്നു. അത് അവരുടെ ഇസ്രായേൽ മക്കളുടെ അല്ലെങ്കിൽ യഹൂദരുടെ അവരുടെ സാമൂഹികമായിട്ടുള്ള കാര്യത്തെ, അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു. അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളെ, മതപരമായിട്ടുള്ള ജീവിതങ്ങളെ സ്വാധീനിച്ചു. അതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ആ കാര്യങ്ങളെ സ്വാധീനിച്ചു. അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി, കർത്താവിന്റെ ഒന്നാം വരവിന് വേണ്ടി ആ നിലയിൽ അവരെ സജ്ജമാക്കുക, അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തെ സജ്ജരാക്കുന്ന ആ ഒരു അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ആ സമയത്ത് കാണാൻ സാധിക്കുന്നത്. ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തില് നാം വായിക്കുന്നത്, ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, അവിടെ നാം എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി അയച്ചു. അപ്പോൾ കർത്താവിനെ ദൈവം അയച്ചത്, അല്ലെങ്കിൽ കർത്താവ് ജനിച്ചത് കാലസമ്പൂർണത വന്നപ്പോഴാണ്. അപ്പോൾ ആ നിലയിൽ കർത്താവിന് വരുവാൻ വേണ്ടി, മശിഹായ്ക്ക് വരുവാൻ വേണ്ടി ആ നിലയിൽ അവിടെ ഒരുക്കപ്പെടേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ദൈവം ആ നിലയിൽ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചരിത്രപരമായിട്ട് പല കാര്യങ്ങളും ആ സമയത്ത് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒന്നാമതായിട്ട് ചരിത്രപരമായിട്ട് നടന്നത് ഗ്രീക്ക് സ്വാധീനമാണ്. ഗ്രീക്ക് സ്വാധീനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്ന അലക്സാണ്ടർ പാർസി രാജാവായ ദാരിയാവേഷ് മൂന്നാമന്റെ കയ്യിൽ നിന്ന് ആ രാജ്യം പിടിച്ചടക്കുന്ന, ആ പാർസി സാമ്രാജ്യം പിടിച്ചടക്കി ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാനിയേൽ പ്രവചനത്തില് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രവചനം, അല്ലെങ്കിൽ ദാനിയേൽ അത് പ്രവചനമായിട്ട് അത് പറഞ്ഞു. ദാനിയേലിന്റെ പ്രവചനം പ്രത്യേകം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 11-ാം അധ്യായത്തില് നാം നോക്കുമ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ച്, പിന്നീട് ആ ഗ്രീക്ക് സാമ്രാജ്യം 4ആയിട്ട്, അലക്സാണ്ടറിന്റെ മരണത്തിന് ശേഷം അത് 4ആയിട്ട് വിഭജിക്കപ്പെടുന്നത്, ദാനിയേൽ പ്രവചനം 11-ാം 4ആയിട്ട് വിഭജിക്കപ്പെടുന്നത്, അതിനുശേഷം അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ദുഷ്ടനായ ഒരു രാജാവിന്റെ ഭരണം നടക്കുന്നതും, അങ്ങനെ അന്ത്യോക്യസ് എപ്പിഫാനസ് ആ നിലയില് യെരുശലേമില് ഭരിക്കുകയും അവിടെ ദേവാലയത്തിൽ മ്ലേച്ഛ ബിംബത്തെ സ്ഥാപിക്കുകയും ആരാധന നിർത്തലാക്കി കളയുകയും ഒക്കെ ചെയ്യുന്ന ആ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ദാനിയേല് പ്രവചനമായിട്ട് പറഞ്ഞു. എന്നാൽ നമ്മളുടെ ബന്ധത്തില് നമുക്കത് ചരിത്രമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ
സ്വാധീനം അല്ലെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി പാർസി അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യമായിട്ടുള്ള മേധോ പാഴ്സ്യരിൽ നിന്ന് ആ സാമ്രാജ്യം പിടിച്ചടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മുഖാന്തരം ഗ്രീക്ക് അല്ലെങ്കിൽ യവന ഭാഷ അല്ലെങ്കിൽ അതുപോലെ യവന സംസ്കാരം ആ ദേശങ്ങളിലൊക്കെ വ്യാപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനം അതുപോലെ യവന സംസ്കാരവും അവിടെ വളരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അലക്സാണ്ടർ ചക്രവർത്തി ഞാൻ പറഞ്ഞതുപോലെ ദാരിയാവേശ മൂന്നാമന്റെ കയ്യിൽ നിന്ന് ആ പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി അത് പിടിച്ചടക്കുകയും അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തത് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. BC 300-കളില് ആ നിലയിൽ ഗ്രീക്ക് സാമ്രാജ്യം നിലവിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ആദ്യത്തെ വാക്യങ്ങൾ 11:1 മുതൽ നാം വായിക്കുമ്പോൾ, ഞാനോ മേദിനായ ദാരിയാവേശിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റിരുന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാഴ്സി ദേശത്തിന് 3 രാജാക്കന്മാർ എഴുന്നേക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും, ഇഷ്ടം പോലെ പ്രവർത്തിക്കും. വിക്രമനായ രാജാവ് എഴുന്നേൽക്കും, അവന് വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അപ്പോൾ ആ വിക്രമനായ ഒരു രാജാവ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തി പാർസി രാജാവായിട്ടുള്ള ദാരിയാവേശ് 3-ാമന്റെ കയ്യിൽ നിന്ന് ആ രാജ്യം പിടിച്ചടക്കി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവൻ വലിയ അധികാരത്തോടെ വാണ് തനിക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. പിന്നീട് 4-ാം വാക്യത്തില്, അവൻ നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. അപ്പോൾ അവൻ നിൽക്കുമ്പോൾ തന്നെ ആ രാജ്യം തകർന്ന് ആകാശത്തിലെ 4 കാറ്റിലേക്കും ഭേദിച്ചു പോകും. നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി രാജ്യങ്ങളെ കീഴടക്കിയ വ്യക്തിയാണ്. ഗ്രീസ് മുതൽ ഇന്ത്യ വരെ താന് ആ ഒരു വലിയ ഭൂപ്രദേശം അലക്സാണ്ടർ ചക്രവർത്തി പിടിച്ചടക്കി. ആ നിലയിൽ ജൈത്രയാത്ര തുടർന്നു. അങ്ങനെ ലോകം മുഴുവനും അധികാരം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു. എന്നാൽ ഇന്ത്യയിൽ വന്ന് അധികാരം ഏറ്റെടുത്തതിന് ശേഷം മടങ്ങിപ്പോകുന്ന വഴിയാണ് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചത്. കേവലം 33-ാം വയസ്സിലാണ്. നല്ല ആരോഗ്യത്തോടെ ഇരുന്ന സമയത്ത് 33-ാം വയസ്സില് അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ആ അലക്സാണ്ടറിന്റെ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം 4ആയിട്ട് വിഭജിച്ചു പോകുന്നത് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ദാനിയേൽ പ്രവചനം ഇതൊക്കെ മുൻകൂട്ടി എഴുതിയിരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ പറയുന്നത്, അത് അവന്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവന്റെ രാജ്യത്ത് നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. പിന്നീട് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്രീക്ക് സ്വാധീനം, അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീക്ക് സാമ്രാജ്യം കൊണ്ടുവന്നു. അങ്ങനെ ഗ്രീക്ക് സ്വാധീനം ഈ ഭാഗങ്ങളിലൊക്കെ അലക്സാണ്ടർ അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു. ആ നിലയിൽ അവർ ഭരിച്ചു. അത് മുഖാന്തരമുള്ള ഗ്രീക്ക് സ്വാധീനം വളരെയധികം ഉണ്ടാകാനായിട്ട് ഇടയായിട്ട്, ഗ്രീക്ക് ഭാഷ അതുപോലെ ഗ്രീക്ക് സംസ്കാരം ഒക്കെ അവിടെ വളരെ അതിന് സ്വാധീനം ചെലുത്തുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് ആ സമയത്ത് നടന്ന 2-മത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് മക്കാബിയൻ റിവോൾട്ട്. മക്കബായരുടെ നേതൃത്വത്തിൽ നടന്ന അല്ലെങ്കിൽ ആ ഒരു റിവോൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണം, അതായത് ഗ്രീക്ക് രാജാവായിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം നാം ഇവിടെ വായിച്ചതുപോലെ ആ സാമ്രാജ്യം 4ആയിട്ട് വിഭജിക്കപ്പെട്ടു. BC 323-ല് ആ സാമ്രാജ്യം 4ആയിട്ട് വിഭജിക്കപ്പെട്ടു. അതില് ആ 4 സാമ്രാജ്യത്തിൽ ഒരു സാമ്രാജ്യമാണ് സെലൂസിഡ് സാമ്രാജ്യം എന്ന് പറയുന്നത്. അതിന്റെ അധികാരി അല്ലെങ്കിൽ അതിന്റെ നേതാവ് അല്ലെങ്കിൽ അതിന്റെ രാജാവ് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവാണ്. അപ്പോൾ ഈ അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ നേതൃത്വത്തിലുള്ള സെലൂസിഡ് എംപയർ അല്ലെങ്കിൽ ആ സാമ്രാജ്യം നിലവിൽ വരുവാനായിട്ട് ഇടയായിട്ട് തുടങ്ങി. അപ്പോൾ ഈ സെലൂസിഡ് സാമ്രാജ്യം അവര് യഹൂദയെ കീഴ്പ്പെടുത്തി. അതായത് BC 235 മുതൽ 198 വരെയുള്ള സമയത്ത് ആ കാലഘട്ടത്തില് യുദ്ധങ്ങളില് അവര് ആ നിലയിൽ യഹൂദിയെ കീഴ്പ്പെടുത്തി അങ്ങനെ യഹൂദിയെ ഭരിക്കുവാനായിട്ട്
ഇടയായിട്ട് തീർന്നു. പിന്നീട് ആ സമയത്ത് യഹൂദ്യ ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം, ബാബിലോൺ പ്രവാസത്തിന് ശേഷം യഹൂദന്മാർ അനേകം സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി വരുന്ന ഒരു സമയമായത്. അപ്പോൾ അവര് മടങ്ങി വന്ന സമയത്ത്, അല്ലെങ്കിൽ അനേക യഹൂദന്മാർ കടന്നു വന്നുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നുകൊണ്ടിരുന്ന സമയത്ത് ആ നിലയിൽ ഈ സെല്യൂസിഡ് സാമ്രാജ്യം, അതായത് അന്ത്യോക്യസ് എപ്പിഫാനസ് അവരെ കീഴ്പ്പെടുത്തി അവിടെ ഭരിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് അന്ത്യോക്യസ് എപ്പിഫാനസ് വളരെ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവാണ്. ഈ 11-ാം അധ്യായത്തിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഈ 31 മുതലുള്ള വാക്യങ്ങളിൽ അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്തു ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. അപ്പോൾ ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല് അത് അവരുടെ മന്ദിരത്തെ അല്ലെങ്കിൽ ദേവാലയത്തെ അശുദ്ധമാക്കി അവിടെ മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിച്ചു. യഹൂദ മതം അത് ബാൻ ചെയ്തു, അത് നിർത്തലാക്കി. അങ്ങനെ അവിടെ ദൈവത്തെ ആരാധന അല്ലെങ്കിൽ യാഗങ്ങളൊക്കെ പരിപൂർണമായിട്ടും നിർത്തലാക്കി. അനേക യഹൂദന്മാരെ, അതിനെതിരായിട്ട് നിന്ന് അനേക യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. അങ്ങനെ വളരെ ദുഷ്ടനായിട്ടുള്ള രാജാവായിരുന്നു ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ്. എന്നാല് പിന്നീട് 167 BC 167 ആ സമയത്ത് ഒരു പുരോഹിതനായിട്ടുള്ള യൂദാസ് മത്യാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ നേതൃത്വത്തില് ഒരു വിപ്ലവം ആരംഭിക്കുകയും ഈ സെല്യൂസിഡ്, അതായത് അന്ത്യോക്യസ് എപ്പിഫാനസിന്റെ സാമ്രാജ്യമായിട്ടുള്ള സെല്യൂസിഡിനെതിരായിട്ട് യുദ്ധങ്ങള്, പോരാട്ടങ്ങള് ആരംഭിക്കുവാനായിട്ട് ഇടയായി. അങ്ങനെ അവര് യെരുശലേം പിടിച്ചടക്കി. അവരൊരു വലിയ സൈന്യമായിട്ട് തീർന്നു. അങ്ങനെ സെല്യൂസിഡ് സാമ്രാജ്യം പിടിച്ചടക്കിയിരുന്ന പല പട്ടണങ്ങളും നഗരങ്ങളും അവര് ഈ ഗ്രീക്കുകാരുടെ നിന്ന് അത് തിരിച്ച് പിടിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോരാട്ടമാണ് മക്കാബിയൻ റിവോൾട്ട് അല്ലെങ്കിൽ മക്കബായരുടെ റിവോൾട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പോക്രിഫ ഗ്രന്ഥമായിട്ടുള്ള മക്കാബിയറുടെ പുസ്തകങ്ങളിൽ അതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരും. അങ്ങനെ ഇത് അവസാനിച്ചത് 37 BC അതായത് ഈ സെല്യൂസിഡ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ആരംഭിച്ചത് അവസാനിച്ചത് BC 37 അതായത് ആ സമയത്ത് ആണ് റോമൻ സാമ്രാജ്യം ഹെരോദ രാജാവിന്റെ കീഴില്, അല്ലെങ്കിൽ ഹെരോദ രാജാവിന്റെ നേതൃത്വത്തില് റോമൻ സൈന്യം യെരുശലേം പിടിച്ചടക്കുകയും അങ്ങനെ യെരുശലേം റോമൻ സാമ്രാജ്യത്തിന്റെ അധീനമായി തീരുകയും ചെയ്തു. അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം ആ നിലയില് ഗ്രീക്കിൽ നിന്ന് അത് അന്ത്യോക്യസ് എപ്പിഫാനസിലേക്ക് വന്നു. അതിനുശേഷം ഇവര് മക്കബായർ അവർക്കെതിരായിട്ട് പോരാടി. അങ്ങനെ അവരെ അതിൽ നിന്ന് വിടുവിച്ചു. എന്നാല് കുറച്ച് വർഷത്തേക്കിന് ആ നിലയിൽ സ്വയം ഭരണമായിട്ട് അവര് ഇസ്രായേൽ ആയിരുന്നു. എന്നാൽ പിന്നീട് റോമൻസ് വന്ന്, അല്ലെങ്കിൽ റോമാക്കാര് വന്ന് യെരുശലേം പിടിച്ചടക്കുകയും യെരുശലേമിന്റെ അധീനമായി തീരുകയും ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിന്റെ ജനനം, അതായത് നാം പുതിയ നിയമം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ ജനന സമയത്ത്, ജീവിത സമയത്ത് നാം നോക്കുമ്പോൾ ഈ യഹൂദ്യ എന്ന് പറയുന്നത് അത് റോമ ഭരണത്തിന് കീഴിലായിരുന്നു. പഴയ നിയമം അവസാനിച്ചപ്പോൾ പാർസികളായിരുന്നു ഭരിച്ചിരുന്നത്. ആ പാർസി സാമ്രാജ്യമായിരുന്നു. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുന്ന റോമൻ സാമ്രാജ്യമാണ്. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് ഗ്രീക്ക് സാമ്രാജ്യം വന്നു, അതിനുശേഷം റോമൻ സാമ്രാജ്യം വന്നു. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ വാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഈ സമയത്താണ് ഇടക്കാലത്താണ് ഈ സമയത്താണ് യഹൂദന്മാരുടെ ഇടയിൽ പല വിഭാഗങ്ങൾ ഉണ്ടാകുന്നത്. പല വിഭാഗങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായി. അതായത് നമുക്ക് പുതിയ നിയമത്തിൽ നാം മനസ്സിലാക്കുന്നത് പോലെ പരീശന്മാര്, സദൂക്യര്, അതുപോലെ പുതിയ ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത എസ്സേനസ് എന്ന് പറയുന്ന കൂട്ടര്, അങ്ങനെ പല വിഭാഗങ്ങള് ആ സമയത്ത് ഉടലെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവര് പല നിലയില് പഴയ നിയമം പഠിപ്പിക്കുവാനായിട്ട്, ന്യായപ്രമാണം പഠിപ്പിക്കുവാനായിട്ട്, അങ്ങനെ വിശ്വസിക്കുവാനായിട്ട് അവര് ആരംഭിച്ചു. നമുക്കറിയാം പരീശന്മാരുടെ സദൂക്യരുടെയും കാര്യം, അവരുടെ വ്യത്യാസം നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സദൂക്യര്
പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല. അവര് മോശയുടെ 5 പുസ്തകങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം മാത്രമാണ് അവർ വിശ്വസിച്ചത്. എന്നാൽ പരീശന്മാര് അവര് പഴയ നിയമം മുഴുവനായിട്ടും അവര് വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, പുനരുത്ഥാനത്തില് അവര് വിശ്വസിച്ചിരുന്നു. അങ്ങനെ അനേക വേർതിരിവുകള്, ഉപദേശ വിഷയങ്ങളില് പല വേർതിരിവുകള് അവരുടെ ഇടയിലുണ്ടാകും. അങ്ങനെ അനേക വിഭാഗങ്ങള് ഈ സമയത്ത് അവിടെ ഉടലെടുക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് ആ സമയത്ത് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് അനേക ലിറ്ററേച്ചർ, അനേക സാഹിത്യങ്ങള് ഉണ്ടായി. അതില് അപ്പോക്രിഫ എന്ന് പറയുന്ന അപ്പോക്രിഫൽ ലിറ്ററേച്ചർ, അപ്പോക്രിഫൻ സാഹിത്യങ്ങള്, അതില് ചില പുസ്തകങ്ങള്, അപ്പോക്രിഫ എന്നറിയപ്പെടുന്ന ചില പുസ്തകങ്ങള് ആ സമയത്താണ് എഴുതപ്പെട്ടത്. അത് അപ്പോക്രിഫയെ ദൈവവചനമായിട്ട് നാം അംഗീകരിച്ചിട്ടില്ല. എന്നാല് കത്തോലിക്കര് അതിലെ പല പുസ്തകങ്ങളും അവര് ദൈവവചനമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല പുസ്തകങ്ങളും, അതായത് മക്കവായര്, തോബിത്ത്, യൂദിത്ത് എന്ന് പറഞ്ഞുള്ള പല പുസ്തകങ്ങളും ഈ സമയത്താണ് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എബ്രായ ബൈബിളിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, യഹൂദ പിതാക്കന്മാരും അതുപോലെ സഭാപിതാക്കന്മാരും അത് ദൈവവചനമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ബൈബിളിന്റെ പൊതുവായിട്ടുള്ള സന്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നാം ആ അപ്പോക്രിഫ പുസ്തകങ്ങളെ ദൈവവചനമായിട്ട് നാം അംഗീകരിക്കാത്തത്. കാരണം ദൈവവചനത്തിന് ആദ്യം മുതൽ അവസാനം വരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിച്ചാല് ദൈവവചനത്തിന് ഒറ്റ സന്ദേശമാണ്, പല സന്ദേശങ്ങളില്ല, ഒറ്റ സന്ദേശമാണ്. എന്നാൽ അതുമായിട്ട് ചേർന്ന് നിൽക്കാത്ത പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പുസ്തകങ്ങള് ദൈവവചനമായിട്ട് യഹൂദ പിതാക്കന്മാരും അംഗീകരിച്ചിട്ടില്ല, സഭാപിതാക്കന്മാരും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നാമും ആ പുസ്തകങ്ങള് അന്നേരം ദൈവവചനമായിട്ട് നാം അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ പലതും ആ സമയത്താണ് എഴുതപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് മലാക്കിക്ക് ശേഷം ആദ്യമായിട്ട് എഴുന്നേറ്റ പ്രവാചകനാണ് യോഹന്നാൻ സ്നാപകൻ. പിന്നീട് നമ്മള് യോഹന്നാൻ സ്നാപകനെയാണ് നാം കാണുന്നത്. 400 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകനെയാണ് നാം കാണുന്നത്. മലാക്കിക്ക് ശേഷം അവിടെ മുഴങ്ങിക്കേട്ട പ്രവാചക ശബ്ദം 400 വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകനിലൂടെയാണ്. അപ്പോൾ ഈ നിശബ്ദത, 400 വർഷത്തെ നിശബ്ദതയ്ക്ക് വിരാമമായത് യോഹന്നാൻ സ്നാപകനിലൂടെയാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ഉത്തരവാദിത്വം, ജോലി നമുക്കറിയാം. മശിഹായ്ക്ക് വേണ്ടി വഴിയൊരുക്കുക, കർത്താവിന് വേണ്ടി മരുഭൂമിയിൽ വഴിയൊരുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിനായിരുന്നു ദൈവം യോഹന്നാനെ അയച്ചത്, എഴുന്നേൽപ്പിച്ചത്. ആ യോഹന്നാന്റെ വരവിനെ കുറിച്ച് മലാക്കി, പഴയ നിയമത്തിൽ അവസാനത്തെ പ്രവാചകനായിട്ടുള്ള മലാക്കി അത് മുൻകൂട്ടി പറഞ്ഞിരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ആഴ്ച നാം അത് ചിന്തിച്ചതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ വായിക്കാം. മലാക്കിയുടെ പ്രവചനം 4-ാം അധ്യായം 5-6 വാക്യം. മലാക്കി 4-ാം അധ്യായം 5-6 വാക്യം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടത് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകന്റെ വരവ് മലാക്കി അത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. മലാക്കി 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും നമുക്ക് അത് കാണാം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായാൽ പെട്ടെന്ന് തന്നെ മന്ദിരത്തിലേക്ക് വരും. ഇതാ വരുന്നു എന്ന് സൈന്യങ്ങൾ യഹോവ അരുളിച്ചെയ്തു. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകന്റെ കുറിച്ച് മലാക്കി മുൻകൂട്ടി പറഞ്ഞു. അങ്ങനെ യോഹന്നാൻ സ്നാപകനാണ് പിന്നീട് അവിടെ എഴുന്നേറ്റത് പ്രവാചകനായിട്ട്. ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് അങ്ങനെ യോഹന്നാൻ സ്നാപകനോടുകൂടെ ദൈവം ആ നിശബ്ദത, 400 വർഷത്തെ നീണ്ട നിശബ്ദത അവസാനിപ്പിക്കുന്നു. പിന്നീട് വീണ്ടും ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതാണ് പുതിയ നിയമത്തിന്റെ അള്ളപ്പാടുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ദൈവം തുടർന്ന് വെളിപ്പാട് പുസ്തകം വരെ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനിൽ തുടങ്ങി, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ സംസാരിച്ചു തുടങ്ങി യോഹന്നാൻ അപ്പോസ്തലൻ വരെ ആ നിലയിലെ പുതിയ നിയമ വെളിപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് നാം കാണുമ്പോൾ ഈ സമയത്ത്, അല്ലെങ്കിൽ ഈ 400 വർഷത്തെ നിശബ്ദ കാലയളവ്, ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ്,
രണ്ട് നിയമങ്ങളുടെയും ഇടയിലുള്ള വർഷം, അത് അല്ലെങ്കിൽ 400 വർഷത്തെ വലിയ നിശബ്ദതയുടെ സമയത്ത് നാം ഇപ്പോൾ ചിന്തിച്ചത് അവിടെ പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. രാഷ്ട്രീയപരമായിട്ട് എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്, അത് അവരെ എങ്ങനെ സ്വാധീനിച്ചു, അത് നാം ചിന്തിച്ചു. ഇനിയും മതപരമായിട്ട് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായി, ഈ 400 വർഷങ്ങളില് മതപരമായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, എന്തെല്ലാം വ്യത്യാസങ്ങള് ഉണ്ടായി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഈ കാലയളവിലാണ് സിനഗോഗുകള് ഉണ്ടായി. സിനഗോഗ് ആരാധനാലയം, യഹൂദന്മാരുടെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ സിനഗോഗുകള് ആരംഭിച്ചത്. സിനഗോഗ് എന്ന് പറയുന്നത് അതാത് പ്രാദേശിക സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലങ്ങളില് യഹൂദന്മാര് അവർക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് അവര് ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. അവർക്ക് ഒരുമിച്ച് കൂടാനായിട്ട്, അതുപോലെ അവർക്ക് ആരാധിക്കുവാനായിട്ട്, പഠനത്തിനായിട്ട്, പ്രാർത്ഥനയ്ക്കായിട്ട്, ദൈവവചനം വായിച്ചു കേൾക്കുവാനായിട്ടൊക്കെ അവര് തുടങ്ങിയ കാര്യങ്ങളാണ് സിനഗോഗുകൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്നത്തെ സഭാ ഹാളുകൾ അല്ലെങ്കിൽ ഓരോ പ്രാദേശിക സഭയ്ക്ക് കൂടാൻ നാം ഉണ്ടാക്കുന്ന സഭാ ഹാളുകളെ പോലെ അന്ന് യഹൂദന്മാര് സിനഗോഗുകൾ ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ 400 വർഷത്തെ അല്ലെങ്കിൽ ഈ ഇടക്കാലത്താണ് സിനഗോഗുകൾ ആ നിലയിൽ വന്നത്. അത് മാത്രമല്ല, യഹൂദന്മാര് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും, യഹൂദന്മാരെ ലോകത്തിന്റെ എവിടെ ചെന്നാലും അവിടെ 10 കുടുംബങ്ങൾ യഹൂദന്മാരുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ഒരു സിനഗോഗ് അവര് പണിയുവാൻ 10 യഹൂദന്മാർ അവർ ഒരുമിച്ചുള്ള കൂട്ടായ്മയ്ക്കും അതുപോലെ ദൈവത്തെ ആരാധിക്കാനായിട്ടും പ്രാർത്ഥനയ്ക്കായിട്ടും ആ നിലയില് സിനഗോഗുകൾ അവര് പണിതിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കൊച്ചിയിലും അവര് വന്നു, അവിടെയും സിനഗോഗ് ആ നിലയിൽ പണിതായിട്ട്, മട്ടാഞ്ചേരിയിൽ അവരുടെ സിനഗോഗ് ഇന്നും ഉള്ളതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയില് ഈ സമയത്ത് മതപരമായിട്ടുള്ള വ്യത്യാസങ്ങളില് ഒന്ന് സിനഗോഗുകള് അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആരാധനാലയങ്ങള് നിലയിൽ വന്നു. പിന്നീട് രണ്ടാമതായിട്ട് ഭാഷാപരമായിട്ട് വളരെ വ്യത്യാസങ്ങളുണ്ടായി. യഹൂദന്മാരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയാണ്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഗ്രീക്കുകാരുടെ ആധിപത്യം ഉണ്ടായി. പിന്നീട് അരാമിക് ഭാഷയുടെ സ്വാധീനം അവിടെ ഉണ്ടായി. അങ്ങനെ പല ഭാഷകള് അവിടെ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതായത് എബ്രായ ഭാഷയിൽ നിന്ന് അരാമിക് ഭാഷയിലേക്കും അതുപോലെ ഗ്രീക്ക് ഭാഷ, അപ്പോൾ എബ്രായർ, അരാമിക്, ഗ്രീക്ക് ഇതെല്ലാം സാധാരണ ഭാഷകളായിട്ട് തീർന്നു. അപ്പോൾ ഈ 3 ഭാഷകളും അറിയാവുന്നവര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഭാഷയിലും ഈ 3 ഭാഷയുടെ സ്വാധീനം ആ നിലയിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അരാമ്യ ഭാഷ എന്ന് പറഞ്ഞാൽ അന്നത്തെ സാധാരണ ജനത്തിന്റെ ദിനംപ്രതിയുള്ള ഭാഷയായിട്ട് തീർന്നു. സാധാരണ ജനം എബ്രായ ഭാഷയിൽ നിന്ന് സാധാരണ ജനങ്ങള് അരാമ്യ ഭാഷ അവര് ദൈനംദിന ജീവിതത്തില് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത് മാത്രമല്ല, അവരുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളില് അല്ലെങ്കിൽ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളില് അവര് ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ നിലയില് ഭാഷയിൽ ആ നിലയിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ഇടയായി. കർത്താവിന്റെ സമയത്ത് കർത്താവും ശിഷ്യന്മാരും അതുപോലെ അന്നുള്ളവരും ഉപയോഗിച്ചിരുന്നത് അരാമ്യ ഭാഷയായിരുന്നു. എബ്രായ ഭാഷയല്ല, അരാമ്യ ഭാഷയായിരുന്നു അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവർക്ക് എബ്രായ ഭാഷയും അവർക്കറിയാം. എന്നാൽ കൂടുതലായിട്ട് അവര് അങ്ങോട്ടും അന്യോന്യം അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അരാമ്യ ഭാഷയിലായിരുന്നു. അതുപോലെ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മക്കാബിയറുടെ പോരാട്ടം ആ സമയത്ത് ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അവിടെ മക്കാബിയറുടെ പോരാട്ടം മുഖാന്തരം ഇടക്കാലത്ത് കുറച്ചു നാളത്തേക്കിന് അവർക്ക് സ്വയം ഭരണം അവർക്ക് ലഭിച്ചു. എന്നാൽ പിന്നീട് റോമക്കാര് അവരെ വീണ്ടും അധീനമാക്കി റോമക്കാരവിടെ ഭരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മക്കാബിയറുടെ കയ്യില് ഈ യഹൂദയുടെ ആ അധികാരം അവർക്ക് ലഭിച്ചു. അങ്ങനെ അവര് സ്വയം ഭരണം അവിടെ നടന്നു. ആ സമയത്ത് ഈ ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ അവര് നടത്തി. അതിന് പുനഃപ്രതിഷ്ഠ അത് ഹക്കുന്ന എന്നുള്ള പേരിൽ അവര് ആഘോഷിച്ചു. അതായത് അന്ത്യോക്യസ് എപ്പിഫാനസ് ദേവാലയത്തെ അശുദ്ധമാക്കി മ്ലേച്ഛ ബിംബത്തെ അവർ സ്ഥാപിച്ചു. അങ്ങനെ ആരാധനയൊക്കെ യാഗങ്ങളൊക്കെ നിർത്തലാക്കി
അപ്പോൾ അവരുടെ നിന്ന് ദേവാലയം പിടിച്ചതിന് ശേഷം ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ ആ സമയത്ത് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് റോമാക്കാരുടെ ഈ ഗ്രീക്കുകാരുടെ സ്വാധീനം ഉണ്ടായി, മക്കാബേറുടെ സ്വാധീനം ഉണ്ടായി. പിന്നീട് റോമൻ ഇൻഫ്ലുവൻസ്, റോമൻ സ്വാധീനവും അവരുടെ ആ ഒരു അവരുടെ ഭരണവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ റോമൻ ഭരണം എന്ന് പറയുന്ന ആ ഭരണമാണ് ഈ യഹൂദരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ജീവിതത്തെ ആ നിലയില് രൂപീകരിച്ചത്. കർത്താവിന്റെ സമയത്തുള്ള അവരുടെ ജീവിതങ്ങളെ ചിട്ടകളൊക്കെ ആ റോമൻ അധികാരം അല്ലെങ്കിൽ റോമൻ ഭരണമാണ് അവരെ ആ നിലയില് രൂപീകരിച്ചത്. നമുക്കറിയാം, നാം ദാനിയേലിന്റെ പുസ്തകത്തില് നെബൂഖദ്നേസർ രാജാവ് കാണുന്ന സ്വപ്നമുണ്ട്. നെബൂഖദ്നേസർ രാജാവ് സ്വപ്നം കണ്ടു. അതില് നാം കാണുന്ന ആദ്യം പൊന്നുകൊണ്ട്, പിന്നീട് വെള്ളിയെ, പിന്നെ വെള്ളി, അതിനുശേഷം താമ്രം, അതിനുശേഷം ഇരുമ്പ്. അപ്പോൾ ഇതെല്ലാം ഓരോ സാമ്രാജ്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതില് ഇരുമ്പെന്ന് പറയുന്നതാണ് ഈ റോമൻ സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം. അപ്പോൾ ആദ്യം ബാബിലോൺ സാമ്രാജ്യം, അതിനുശേഷം മേദോ പാഴ്സ്യ, അതിനുശേഷം ഗ്രീക്ക് സാമ്രാജ്യം, ഗ്രീക്കിന് ശേഷം റോമൻ സാമ്രാജ്യം. അത് ഇരുമ്പ് പോലെ ശക്തിയുള്ള വളരെ ആ ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ റോമൻ സാമ്രാജ്യം അവരുടെ ജീവിതത്തെ ആ നിലയിൽ, റോമൻ ഭരണം അവരെ മാറ്റിമറിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് ആ സമയത്താണ് ബൈബിളിന്റെ സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ നടന്നത്. ഗ്രീക്ക് സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ സമയത്ത് ഗ്രീക്ക് ഒരു പ്രധാന ഭാഷയായിട്ട് മാറി. ബൈബിള് ഒരു പഴയ നിയമം എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിലാണുള്ളത്. എന്നാൽ ഗ്രീക്ക് അനേകർക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒരു പ്രധാന ഭാഷയായിട്ട് ഗ്രീക്ക് മാറി. അതുകൊണ്ട് ഗ്രീക്കിലേക്ക് ഈ പഴയ നിയമം വിവർത്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷൻ, സെപ്റ്റുവജന്റ് എന്ന് പറഞ്ഞാൽ 70 പേരടങ്ങുന്ന റബിമാരുടെ സംഘം, അവരാണ് ഈ പഴയ നിയമം മുഴുവനും അത് ഗ്രീക്കിലേക്ക് അവര് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ എബ്രായ ബൈബിളിന്റെ ആദ്യത്തെ ഒരു വിവർത്തനം, ഏറ്റവും ആദ്യത്തെ വിവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെപ്റ്റുവജന്റ് വിവർത്തനമാണ്. സെപ്റ്റുവജന്റ് അതായത് ഗ്രീക്ക് ഭാഷയിലേക്ക്, അതായത് പഴയ നിയമം ഗ്രീക്ക് ഭാഷയിലേക്ക് ആദ്യമായിട്ട് തർജ്ജമ ചെയ്തു. പിന്നീട് പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതുക. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ മുഖാന്തരം അനേകർക്ക് ഗ്രീക്ക് ഭാഷ അന്ന് അനേക രാജ്യങ്ങളിൽ സ്വാധീനം ചെലുത്തി. അങ്ങനെയുള്ള അനേക സ്ഥലങ്ങളില് അതിന് സ്വാധീനം ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അങ്ങനെ ആ നിലയില് നമുക്ക് സെപ്റ്റുവജന്റ് ട്രാൻസ്ലേഷനും ഈ ഇടക്കാലത്താണ് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ മധ്യത്തില് സാധാരണക്കാരുടെ ആത്മീയ ജീവിതം അത് എപ്രകാരമായിരുന്നു, അവരുടെ സ്പിരിച്വൽ കണ്ടീഷൻ, അവരുടെ ആത്മീക നിലവാരം എപ്രകാരമായിരുന്നു നോക്കുമ്പോൾ അവിടെ ഇതിന്റെ ഈ പുതിയ പ്രവചനങ്ങളൊന്നും ദൈവം നൽകുന്നില്ല, വെളിപ്പാടുകളൊന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ റബിമാർ എഴുന്നേറ്റു, അവരെ പഠിപ്പിക്കുന്നു. ആ നിലയിലുള്ള സ്ക്രൈബ്സ്, ശാസ്ത്രിമാര് അവരെ പഠിപ്പിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഈ പുതിയ പ്രവചനങ്ങളൊന്നുമില്ല. പിന്നെ എങ്കിലും അനേക യഹൂദന്മാര്, അനേകര് അവര് വളരെ ഭക്തരായിട്ട് തുടർന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏത് സമയത്തും ഒരു ശേഷിപ്പിനെ ദൈവം സൂക്ഷിക്കുന്നുണ്ട്. ഏത് സമയത്തും നാം ആത്മീയമായിട്ട് ഏറ്റവും മൂലച്യുതി സംഭവിക്കുന്ന, തകർച്ച സംഭവിക്കുന്ന സമയത്തും യഥാർത്ഥത്തിൽ ദൈവത്തെ വിളിക്കുന്ന ഭക്തരായിട്ടുള്ള അനേകരുണ്ട്. അത് നമുക്ക് എപ്പോഴും നമുക്ക് ധൈര്യവും ആശ്വാസവും പകരുന്ന കാര്യമാണ്. ഈ കാലഘട്ടത്തിലും ഇന്ന് അങ്ങനെ അനേകരെ ദൈവം നിർത്തിയിട്ടുണ്ട്. യഥാർത്ഥ ഭക്തരായിട്ട് ദൈവം, ഒരു ശേഷിപ്പിനെ എപ്പോഴും ദൈവം സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ആ സമയത്തും ഒരു ശേഷിപ്പിനെ ദൈവം സൂക്ഷിച്ചിരുന്നു. അപ്പോൾ പുതിയ പ്രവചനങ്ങളില്ല, വെളിപ്പാടുകളൊന്നുമില്ല എന്നുള്ള ഈ 400 വർഷക്കാലത്തെ വലിയ നിശബ്ദതയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിലും അനേകര് ഭക്തരായിട്ട് ഇരിക്കുവാനായിട്ട് തീർന്നു. അത് മാത്രമല്ല, ഇങ്ങനെ മതപരമായിട്ടുള്ള ആചാരങ്ങള്, ചടങ്ങുകള് ഒക്കെ അത് സാധാരണ പോലെ അത് തുറന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ അവരുടെ ജീവിത നിലവാരം അനേകരുടെയും ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മലാക്കിയുടെ പുസ്തകത്തിൽ നാം കണ്ടതാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ അവരുടെ
ആത്മീയ നിലവാരം എന്താണെന്ന് നാം ഒരു വിധത്തിൽ നാം കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം അതൊരിക്കലും നന്നാകാൻ സാധ്യതയില്ല. അത് പിന്നീട് കൂടുതൽ അധപ്പതനത്തിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വന്തം ഭാര്യമാരോട് അവിശ്വസ്തത കാണിക്കുക, അവരോട് തെറ്റായിട്ട് പെരുമാറുക, അതുപോലെ സമ്മിശ്ര വിവാഹങ്ങള് അവിടെ മധ്യത്തിൽ ആ സമയത്ത് നടന്നു. അതുപോലെ ദശാംശം കൊടുക്കുന്ന കാര്യത്തില് ആ കാര്യം അവർ ഉപേക്ഷിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിലവിൽ നിന്നായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ മധ്യത്തിൽ അനേക ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് അതല്ലെങ്കിൽ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ഇടയിലുള്ള സമയം എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ വ്യതിയാനങ്ങൾ സംഭവിച്ച പൊളിറ്റിക്കലായിട്ട്, അതായത് രാഷ്ട്രീയമായിട്ട്, മതപരമായിട്ട്, ധാർമ്മികപരമായിട്ട് ഒക്കെ വളരെ വ്യതിയാനങ്ങൾ സംഭവിച്ച ഒരു സമയമാണ്. അതായത് പുതിയ സമയത്തിന് വേണ്ടി അല്ലെങ്കിൽ മശിഹയുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ആ സ്ഥലങ്ങള്, രാജ്യങ്ങള് അത് ഒരുക്കപ്പെടുന്ന ആ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം സൈലന്റ് ആയിരുന്നു, നിശബ്ദനായിരുന്നു. ദൈവം അതായത് അരുളപ്പാടുകളൊന്നും അവർക്ക് നൽകിയില്ല, പുതിയ പ്രവാചകന്മാരെ അവരെ എഴുന്നേൽപ്പിച്ചില്ല. പക്ഷെ ദൈവം ആ സമയത്തും പ്രവർത്തന നിരതനായിരുന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് നാം ചിന്തിക്കുമ്പോഴും ദൈവം ഇന്നും പ്രവർത്തന നിരതനാണ്. ലോകരാജ്യങ്ങളിലോട്ട് നാം കണ്ണോടിക്കുകയാണെങ്കിൽ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ പുത്രന്റെ രണ്ടാം വരവിന് വേണ്ടി ലോകം ഇന്നും സജ്ജമായിക്കൊണ്ടിരിക്കുന്ന വളരെ വേഗത്തിൽ അത് സജ്ജമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. അപ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. വളരെ വേഗത്തിൽ ദൈവം ലോകരാജ്യങ്ങളെ അതിനുവേണ്ടി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനും തുടർന്നുള്ള ആ ഭാവി ദൈവത്തിന്റെ ആ പരിപാടിയിൽ ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വ്യക്തമായിട്ടുള്ള സ്ഥാനമുണ്ട്. അതിനുവേണ്ടി ദൈവം ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ ലോക നേതാക്കന്മാരെ, രാജ്യ പ്രധാനികളെ ഒക്കെ എഴുന്നേൽപ്പിക്കുന്നത്, ആ സ്ഥാനത്താക്കുന്നത് നമ്മുടെ ദൈവമാണ്. അതെല്ലാം ദൈവം ചെയ്യുന്നത് കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടിയാണ്. മശിഹയുടെ രണ്ടാം വരവിന് വേണ്ടി ലോകത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പല സമയത്തും നമ്മൾ വിചാരിക്കും ദൈവം എന്താണ് മിണ്ടാത്തത്, ദൈവം എന്തുകൊണ്ടാണ് നിശബ്ദനായിട്ടിരിക്കുന്നത്. പല കാര്യങ്ങളും ദൈവമക്കൾക്കെതിരെയുള്ള കാര്യങ്ങള്, അതുപോലെ മറ്റ് കാര്യങ്ങള് ഒക്കെ നാം കാണുമ്പോൾ അങ്ങനെ പീഡനവും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദൈവം എന്തുകൊണ്ടാണ് നിശബ്ദന, ദൈവം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്, ദൈവമക്കൾ തന്നെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവം എന്തുകൊണ്ട് അനങ്ങുന്നില്ല. പക്ഷെ ദൈവം നിശബ്ദനാണ്. പക്ഷെ ദൈവം പ്രവർത്തിക്കാതിരിക്കുകയല്ല, ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൈവം പ്രവർത്തന നിരതനാണ്. എപ്പോഴും ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോകം ആ നിലയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി അതിവേഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ലോക സംഭവങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ലോകം അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നാം എത്രമാത്രം ഒരുങ്ങുന്നുണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി, അവനെ എതിരേൽപ്പാൻ വേണ്ടി നാം എത്രമാത്രം ഒരുങ്ങുന്നുണ്ട്, അത് നാം ചിന്തിക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അങ്ങനെ നാം കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഇന്ന് വിശ്വാസത്യാഗം വളരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അനേകരെ വിശ്വാസം വിട്ടുപോകുന്ന അവസ്ഥ, അതുപോലെ അനേകരെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന, തളർന്നു പോകുന്ന അവസ്ഥ ഒക്കെ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നാം ചിന്തിച്ചതുപോലെ അതിന്റെ മധ്യത്തിലും ദൈവം ഒരു ശേഷിപ്പിനെ ദൈവം വെച്ചിട്ടുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുവാനായിട്ട്, മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.